പഹൽഗാം ഭീകരാക്രമണത്തിൽ NIAക്ക് മൊഴി നൽകി മലയാളിയായ ശ്രീജിത്ത് രമേശൻ. ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പഹൽഗാമിലെത്തിയ ശ്രീജിത്ത് പകർത്തിയ ദൃശ്യങ്ങളിൽ ഭീകരരുടെ ചിത്രങ്ങൾ പതിഞ്ഞിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. എൻ്റെ 6 വർഷമുള്ള കൊച്ചിൻ്റെ ഒരു വീഡിയോ റീൽസിന് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരമായി ഈ 2 സസ്പെക്ട്സ് അതിൽ കൂടെ പോകുന്നത് നമ്മൾ അറിയുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ശ്രീനഗർ, ഗുൽമർഗ് എല്ലാം കറങ്ങി തിരിച്ചു പൂനെയിൽ 24-ാം തീയതി വന്നത്. 25-ാം തീയതി കഴിഞ്ഞിട്ട് നമ്മൾ TV നോക്കിക്കഴിഞ്ഞപ്പം ഈ സെക്യൂരിറ്റി ഏജൻസീസ് റിലീസ് ചെയ്ത 4 ടെററിസ്റ്റിൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ അതിൽ 2 പേരെ കണ്ടപ്പം അത് എവിടെയോ കണ്ട് പരിചയമുള്ള ഫേസസ് ആണ് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞപ്പം നമ്മൾ ആ പേൽഗാവ്, അതുപോലെ ബേസ്റൈൻ വാലി, ബേതാബ് വാലി അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത പല ഫോട്ടോസും വീഡിയോസും നമ്മൾ അത് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഈ വീഡിയോ കാണുകയും ഇതിനകത്ത് ഈ 2 സസ്പെക്ട്സ് കാണുകയും ചെയ്തത്. നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ ഡൽഹി NIAക്ക് കൊടുത്ത് അത് വെച്ചിട്ട് NIA മുംബൈ ഹെഡ് ഓഫീസിൽ ഇൻവെസ്റ്റിഗേഷന് വിളിക്കുകയും അതിന് വേണ്ട കംപ്ലീറ്റ് ടെക്നിക്കൽ കാര്യങ്ങളും നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, വിശദാംശങ്ങൾ. SKN, ഈ ആക്രമണത്തിന് മുൻപ് തന്നെ ഭീകരർ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ നിർണായകമായ ഒരു തെളിവാണ് ഇപ്പോൾ ശ്രീജിത്ത് രമേശനിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം ഏപ്രിൽ 18-ാം തീയതിയാണ് പെഹൽഗാമിൽ ഈ സന്ദർശനം നടത്തുന്നത്. സ്വാഭാവിക ഒരു വിനോദസഞ്ചാരി എന്നുള്ള നിലയ്ക്ക് കുടുംബസമേതം അവിടെ എത്തുന്നു. ഈ ബൈസറൻ വാലി അടക്കമുള്ള ഇടങ്ങളിൽ, ഈ ഭീകരാക്രമണം നടന്ന ഇടങ്ങളിലൊക്കെ അദ്ദേഹം പോയിട്ടുമുണ്ട്. അവിടെ നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളിലൊന്നിലാണ് ഇങ്ങനെ ഭീകരരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. പിന്നീട് സുരക്ഷാ ഏജൻസികൾ ഈ ഭീകരെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെയാണ് പിന്നീട് തൻ്റെ ഫോണിൽ ഉണ്ടായിരുന്ന ഈ ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലുള്ളതും അതേ ആളുകൾ തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. പിന്നാലെ തന്നെ അത് ബന്ധപ്പെട്ട അധികാരികൾ അറിയിക്കുന്നു. NIA ഇപ്പോൾ ശ്രീജിത്തിൻ്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് ഈ ഭീകരർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യമടക്കം സ്ഥിരീകരിക്കാൻ ഈ ഒരു തെളിവ് സഹായിക്കും. മാത്രമല്ല ഭീകരർക്ക് ഒപ്പമുണ്ടായിരുന്ന ആളുകളെ കുറിച്ചൊക്കെയുള്ള ചില സൂചനകളും ഈ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകളൊന്നാണ്. ഏതായാലും ഭാഗ്യമാണ് അദ്ദേഹം ഈ അപകട സമയത്ത്, ഈ ആക്രമണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ തിരിച്ച് വന്നു. അതിനുശേഷമാണ് അദ്ദേഹം കടന്നുപോയ ഈ വഴികളിൽ ഭീകരർ ഇങ്ങനെ ആളുകളെ കൊന്ന് തള്ളി. ഏതായാലും നിർണായകമായ ദൃശ്യങ്ങളാണ് ഒരു മലയാളിയുടെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. SKN. താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.